മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതോടുകൂടി ഗോദ്ര തീവയ്പ് കേസ് വലിയ ചർച്ചാ വിഷയമായി മാറി. യഥാർത്ഥത്തിൽ ഈ ഗോദ്ര തീവയ്പ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും അപമാനിക്കുന്ന ഒരു സിനിമ ഇറക്കിയ മോഹൻലാലിനും പൃഥ്വിരാജിനും ഭരത് ഗോപിയുടെ മകനുണ്ടല്ലോ, എന്താ മുരളി ഗോപി, മുരളി ഗോപി, ഇയാളോടൊക്കെ നന്ദി പറയണം. കാരണം അവർ ആ സിനിമയിൽ ഗോദ്ര ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗോദ്ര കേരളത്തിലും ഇന്ത്യയിലും ചർച്ചയാകാൻ പോവുകയാണ്. കാരണം ഗോദ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര്, ഗുജറാത്തിലെ ഒരു ചെറിയ പട്ടണം. ആ പട്ടണത്തിൻ്റെ പേര് മാധ്യമങ്ങൾക്ക് പറയാൻ ഭയമാണ്. രാഷ്ട്രീയക്കാർ പറയില്ല, ആരും പറയില്ല. ഗോദ്രയ്ക്ക് ശേഷമുണ്ടായ കാര്യങ്ങൾ പറയും, ഗോദ്ര എന്താണെന്ന് പറയില്ല. ഈ സിനിമയിലും അങ്ങനെയാണ്. ഈ സിനിമയിൽ എവിടെയോ ഒരു വലിയ കലാപം ഉണ്ടായി, ഹിന്ദുക്കൾ കൂട്ടത്തോടെ മുസ്ലിമുകളെ കൊല്ലുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ, ബാലൻ, അവശേഷിച്ച ബാലൻ വലിയ നായകനായി വരുന്നു, അധോലോക വീരനായി വന്ന് ഹിന്ദുക്കളെ കൊല്ലുന്നു. ബജ്രംഗി എന്ന് പറഞ്ഞൊരു വില്ലനുണ്ട്, ബജ്രംഗ് ദൾ എന്നൊരു സംഘടനയുണ്ട്. അവരെ നേരിട്ട് ആക്ഷേപിക്കുന്ന പോലെയാണ് ബജ്രംഗി എന്നുള്ള കഥാപാത്രത്തിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞാൽ ബജ്രംഗ് ദളിലെപ്പെട്ടവരെ ബജ്രംഗികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ഡിഫമേഷൻ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് ആ ബജ്രംഗ് ദൾ തീരുമാനിക്കട്ടെ. ഏതായാലും എനിക്കൊരു അഭിപ്രായമുണ്ട്. മോഹൻലാലിൻ്റെ ഈ സിനിമ, പൃഥ്വിരാജിൻ്റെ ഈ സിനിമ, മുരളി ഗോപിയുടെ ഈ സിനിമ, ഗോകുലൻ ഗോപാലൻ നിർമ്മിച്ച ഈ സിനിമ ഗുജറാത്തിൽ കാണിക്കണം, ഗോദ്രയിൽ കാണിക്കണം. എന്നിട്ട് ഈ സിനിമയുടെ ശില്പികൾ, നായകൻ മോഹൻലാലാണ്, പൃഥ്വിരാജാണ് കൂടെ അഭിനയിക്കുന്നത്, സംവിധായകൻ പൃഥ്വിരാജാണ്, ഇതിൻ്റെ തിരക്കഥ എഴുതിയത് മുരളി ഗോപിയാണ്, ഇത് നിർമ്മിച്ചത് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഗോകുലം ചിറ്റ് ഫണ്ടൊക്കെ നടത്തുന്ന കേരളത്തിലെ ഒരു വലിയ സമ്പന്നനാണ് എന്ന് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കണം. അതാണ് ഈ സിനിമയുടെ പക്ഷപാതപരമായ നയത്തിൽ പ്രതിഷേധമുള്ള ആളുകൾ ചെയ്യേണ്ടത്, അല്ലേ? അതെ. അപ്പോൾ ഏതായാലും ഗോദ്ര എന്ന സംഭവത്തെ ഇവർ പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന ഒരു തീവണ്ടി ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ കത്തിപ്പോകുന്നു. തീവണ്ടി എങ്ങനെയാണ് ഓടിപ്പോകുന്ന? തീവണ്ടി കത്തിപ്പോകുന്നു, തനിയെ കത്തിയതല്ല, ഗോദ്രയിൽ കത്തിച്ചതാണ്. ഓടുന്ന തീവണ്ടിയല്ല, ഓടിക്കൊണ്ടിരുന്ന തീവണ്ടി ചങ്ങല വലിച്ചു നിർത്തി അതിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ്. അതാണ് ഗോദ്ര സംഭവം. അത് പറയത്തില്ല. ആ 2002 ഫെബ്രുവരി 27 രാവിലെ 8:30 ഗോദ്രയിലെ തീവണ്ടി സബർമതി എക്സ്പ്രസ് തീ കൊളുത്തപ്പെട്ടത്. 23 പുരുഷന്മാർ, 15 സ്ത്രീകൾ, 20 കുഞ്ഞുങ്ങൾ. നിങ്ങൾ കുഞ്ഞുങ്ങൾ ശൂലം ഭ്രൂണം എന്നൊക്കെ പറയുന്നുള്ളൂ. 20 കുട്ടികൾ പച്ചയ്ക്ക് കത്തിപ്പോയി. 15 സ്ത്രീകൾ തീപ്പന്തങ്ങളായി എരിഞ്ഞിറങ്ങി, 23 പുരുഷന്മാരും. അതാണ് ഗോദ്ര. ആ ഗോദ്ര നിങ്ങൾ മറച്ചു വെക്കുക. ഗോദ്ര പറയാതെയാണ് നിങ്ങൾ ഇക്കാലം അത്രയും ഇന്ത്യയിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ ഗോദ്രയിൽ കൊല്ലപ്പെട്ട 20 കുഞ്ഞുങ്ങളുടെയും 15 സ്ത്രീകളുടെയും 23 കുട്ടികളുടെയും മൃതദേഹത്തിൽ ചവിട്ടി ആക്ഷേപിക്കുന്ന ഒരു സിനിമയായി എന്ന് ഖേദപൂർവ്വം പറയാതെ വയ്യ നമുക്ക്. ഏതായാലും ആ സിനിമയെ റിവ്യൂ ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. എന്താണ് ഗോദ്ര എന്ന് നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞല്ലോ, 2002 ഫെബ്രുവരി 27 ഗോദ്ര തീവയ്പ്, സബർമതി എക്സ്പ്രസിന് തീ വെക്കുന്നത്. അതേ സംബന്ധിച്ച് മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും ഒരിക്കലും ഗോദ്ര സംഭവം എന്താണെന്ന് പറയില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ പിന്നാമ്പുറ കഥകളും അതിൻ്റെ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലേക്ക് ചില പ്രസക്ത ഭാഗങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പറഞ്ഞു വെക്കാം. 2002 ഫെബ്രുവരി 27 സംഭവം നടക്കുന്നു. 2002 ഫെബ്രുവരി 26 അമാൻ ഗസ്റ്റ് ഹൗസ് എന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഫാദിയ എന്ന സ്ഥലമുണ്ട്. ഈ ഫാദിയ സിഗ്നലിൽ വെച്ചാണ് ഗോദ്ര സ്റ്റേഷൻ വിട്ട സബർമതി എക്സ്പ്രസ് ചെയിൻ വലിച്ചു നിർത്തിയത്. അൻവർ കലന്തർ എന്ന് പറയുന്ന ഒരാൾ ഈ തീവണ്ടിയിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറിയിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഫാദിയയിലെ ക്യാബിനുണ്ടല്ലോ, റെയിൽവേ ക്യാബിനിൽ എത്തിയപ്പോൾ ഫാദിയ സിഗ്നലിൻ്റെ അവിടെ വെച്ച് ചെയിൻ വലിച്ചു ട്രെയിൻ നിർത്തി. ആ ഫാദിയയിലെ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരനായ റസാഖ് കുർക്കർ, ഇയാൾക്ക് വധശിക്ഷ കിട്ടി കേട്ടോ. ഈ റസാഖ് കുർക്കറിൻ്റെ അമാൻ ഗസ്റ്റ് ഹൗസ് തലേന്ന് രാത്രി 11:30 ഒരു മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഗൂഢാലോചന ആരംഭിക്കുന്നത്. ആ മീറ്റിങ്ങിൽ ദിയോബന്ദി മുസ്ലിം വിഭാഗത്തിൻ്റെ, ഈ കേസിലെ പ്രതികൾ മുഴുവൻ ഗഞ്ചി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ്, വിഭാഗക്കാർ. മുസ്ലിങ്ങളിലെ ഗഞ്ചി മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നവരാണ് ഫാദിയ എന്ന് പറഞ്ഞ പ്രദേശത്ത്. അപ്പോൾ ദിയോബന്ദി മുസ്ലിം സമുദായത്തിൻ്റെ നേതാവായ മൗലാന സുബൈർ ഉമർജി ആ യോഗത്തിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ട്രെയിൻ ഗോദ്ര പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ, ഗോദ്ര പ്ലാറ്റ്ഫോമിൽ കച്ചവടക്കാർ മുഴുവൻ മുസ്ലിങ്ങളാണ്.
കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മോദിയുടെ ഭരണം റെയിൽവേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും റെയിൽവേയിലും കാറ്ററിംഗ് സർവീസ് മുഴുവൻ നടത്തുന്ന ആരാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചില്ല, പ്രേക്ഷകർക്കും അന്വേഷിക്കാം. റെയിൽവേയിലെ സ്റ്റോളുകൾ, റെയിൽവേയിലെ കച്ചവടങ്ങൾ മുഴുവൻ നടത്തുന്ന ആരാണെന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഞാൻ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാം, നമുക്ക് അന്വേഷിക്കാൻ സൗകര്യമുണ്ട്, അന്വേഷിക്കട്ടെ. ഏതായാലും അന്ന് തീരുമാനിച്ച, ആ യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൗലാന ഹുസൈൻ ഉമർജിയുടെ നേതൃത്വത്തിൽ ദിയോബന്ദി മുസ്ലിങ്ങളുടെ നേതാവായ ഇയാൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ എന്തെല്ലാം തീരുമാനിച്ചുവെന്ന് ജാബിർ ബിന്യാമിൻ ബെഹ്റെ എന്ന് പറയുന്ന ഒരാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് രാത്രി 11:30 ഒരു സംഘം ആളുകൾ സ്കൂട്ടറിലും മറ്റുമായി ഈ ഗസ്റ്റ് ഹൗസിലെത്തി. യോഗത്തിൽ ഉമർജി പറഞ്ഞു, ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തുമ്പോൾ കച്ചവടക്കാർ മുസ്ലിങ്ങളാണ്, അവരെന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രകോപനം ഈ ട്രെയിനിലുള്ള ആളുകളുമായിട്ട് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് S6 കോച്ചിൽ വരുന്നത് അയോധ്യയിൽ പോയിട്ട് മടങ്ങുന്ന ആളുകളാണ്. ആ കോച്ചുമായി പ്രശ്നങ്ങൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തു, തലേന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് ഈ ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ സ്വാഭാവികമായും ആ ട്രെയിനിൽ നിന്ന് ആളുകൾ ജയശ്രീമാൻ വിളിക്കുകയും ഭജന ചൊല്ലുകയും ചെയ്തു. ഞങ്ങൾക്കിത് ശല്യമാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കച്ചവടക്കാർ തലേന്നുണ്ടാക്കിയ പ്ലാൻ അനുസരിച്ച് ഇവരുമായി കശപിശ ഉണ്ടാക്കുന്നു. ട്രെയിൻ 5 മിനിറ്റ് അവിടെ നിർത്തിയുള്ളൂ. അതിനുശേഷം ട്രെയിൻ പുറപ്പെട്ടു. അന്ന് 8:30 ട്രെയിൻ എത്തിയത്. ട്രെയിൻ അരമണിക്കൂർ വൈകിയാണ് വരുന്നത്. ട്രെയിൻ ലേറ്റാണ് വരുന്നതെന്നുള്ള വിവരം അന്വേഷിക്കാൻ പാൻവാല എന്ന് വിളിക്കുന്ന ഒരാളെക്കുറിച്ച് പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഒരു പാൻവാല വന്നിട്ട് ഫാദിയ എന്ന് പറയുന്ന സ്ഥലത്ത് കാത്തു നിന്ന അക്രമകാരികളോട് പറഞ്ഞു, എന്താണ്, ട്രെയിൻ ലേറ്റാണ് കേട്ടോ, അരമണിക്കൂർ ട്രെയിൻ ലേറ്റാണ്, നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് റെഡിയായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായി ഈ ട്രെയിൻ സബർമതി എക്സ്പ്രസ് വരുന്നതിനെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് ഇവരെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ S6 ഈ പറയുന്ന കർസേവകർ ഉള്ളത്, അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ളത്. ആ കോച്ചിലുള്ളവരുമായി കലഹം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഈ ട്രെയിനിലേക്ക് അൻവർ കലന്തർ എന്ന് പറയുന്ന ഒരാൾക്കാർ പോയി. അയാളാണ് കൃത്യം ഫാദിയ സിഗ്നലിലെത്തിയപ്പോൾ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയത്. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ എന്താ സംഭവിച്ചത്? അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള പോലീസിൻ്റെ മൊഴിപ്പകർപ്പിലുണ്ട്. ട്രെയിൻ അവിടെ നിന്നു. അയാണ്ട് 500-ലേറെ ആളുകൾ നിരന്തരം ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു. പട്ടേൽ എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയുണ്ട്. അയാൾ ബാത്റൂമിലായിരുന്നു. പടപടാന്ന് കല്ല് വീടുന്ന ഒച്ച കേട്ടു. അയാളുടെ എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ ഏറുകൊണ്ട് ഒരു സ്ത്രീയുടെ നെറ്റി പൊട്ടി ചോരയിടുകയായിരുന്നു. അയാൾ അപ്പോൾ തന്നെ തൻ്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് ആ സ്ത്രീയുടെ മുറിവ് കെട്ടി. അപ്പോഴേക്കും കോച്ചിനുള്ളിലേക്ക് പെട്രോൾ എറിയപ്പെട്ടു, തീ ആളിക്കത്തി. ഇയാൾ ഉൾപ്പെടെ 12 പേർ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. പക്ഷേ അതിനിടയ്ക്ക് ഇവർ പരമാവധി ആളുകളെ വലിച്ച് ഇറക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ മുന്നിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളുമെല്ലാം തീപ്പന്തങ്ങൾ പോലെ കത്തി കരിഞ്ഞ് ചാരമായി വീണു എന്ന് പട്ടേലിൻ്റെ മൊഴിയുണ്ട്. അതുകൂടാതെ ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞത്, ഞങ്ങൾ ട്രെയിനിൻ്റെ വെസ്റ്റിബ്യൂൾ തകർത്ത് ഞങ്ങൾ 6 പേരകത്ത് കയറി. 6 പേരകത്ത് കയറി വാതിലുകൾ തുറന്നു വെച്ചു. ഈ ഓരോരുത്തരും 20 ലിറ്ററിൻ്റെ ക്യാനുകൾ കരുതിയിരുന്നു. അതിൽ പെട്രോളായിരുന്നു. അത് മുഴുവൻ ക്യാബിൽ ഒഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ചാടി പുറത്തിറങ്ങി. പുറത്തു നിന്നവർ തീപ്പന്തങ്ങൾക്ക്, ബനിയൻ വേസ്റ്റ് ഉണ്ടല്ലോ, അത് ചുരുട്ടി ഉണ്ട പോലെയാക്കി, നമുക്ക് വാങ്ങാൻ കിട്ടും ബനിയൻ വേസ്റ്റ്, അത് ബോളുകൾ പോലെയാക്കി കത്തിച്ച്, പെട്രോളിൽ മുക്കി കത്തിച്ച് കോച്ചിനുള്ളിലേക്ക് എറിഞ്ഞു. അകത്ത് പെട്രോൾ ഉണ്ട്. എന്നിട്ട് പുറത്തേക്ക് ചാടി ഇറങ്ങിയവരുണ്ടല്ലോ, 6 പേർ അകത്ത് കയറിയാണ്. ആ പുറത്തേക്ക് ചാടി ഇറങ്ങിയവർ ഇറങ്ങിക്കഴിഞ്ഞ് വാതിലുകൾ പുറത്തു നിന്ന് അടച്ചു. അങ്ങനെ ആ കോച്ചിലുള്ള മുഴുവൻ പേരെയും ജീവനോടെ കത്തിക്കാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ചത് ഈ അമാൻ ഗസ്റ്റ് ഹൗസിൽ തലേന്ന് യോഗം ചേർന്നപ്പോൾ അവിടെ 140 ലിറ്റർ പെട്രോൾ കൊണ്ടുവന്ന് വെച്ചു. അത് 20 ലിറ്ററിൻ്റെ ക്യാനുകളിലേക്കൊക്കെ മാറ്റി. ഈ ട്രെയിൻ നേരിട്ട് ആക്രമിക്കാൻ 500ഓളം ആളുകൾ, ഹമാസ് ഭീകരർക്ക് മനുഷ്യകവചം ഉണ്ടാക്കുന്ന പോലെ 500ഓളം ആളുകൾ ട്രെയിൻ വളഞ്ഞു നിന്ന് കല്ലേറ് നടത്തി. 20 പേരെയാണ് ഓപ്പറേഷനിൽ തിരഞ്ഞെടുത്തത്. 20 പേർ ട്രെയിൻ ആക്രമിച്ചു, അകത്ത് കയറി. 6 പേർ ട്രെയിനിൻ്റെ വെസ്റ്റിബ്യൂൾ തകർത്ത് അകത്ത് കയറിയിട്ട് പെട്രോൾ ഒഴിച്ചു. അങ്ങനെയാണ് ഈ തീവണ്ടി മനഃപൂർവ്വം ആക്രമിച്ചത്. പ്ലാൻഡ് ആയിരുന്നു. വളരെ കൃത്യമായി തീവണ്ടി പുറപ്പെടുന്ന സ്ഥലം മുതൽ ഏത് കോച്ചിലാണ് അയോധ്യയിൽ നിന്ന് മടങ്ങുന്നവർ ഉള്ളതെന്ന് വരെ തീരുമാനിച്ച് ഹിന്ദുക്കളെ ആസൂത്രിതമായി ഒരു പ്രശ്നമുണ്ടാക്കി കൊല്ലണമെന്ന് തീരുമാനിച്ചതാണ് ഗോദ്ര സംഭവം. ആ ഗോദ്ര സംഭവം മറന്നിട്ട് നിങ്ങൾ ശൂലം, ഗർഭിണി, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് കുറേ നാളായി ഈ രാജ്യത്ത് വിദ്വേഷം നടത്തുന്നു.
അല്ല, ഹിന്ദുക്കൾക്കൊരു ഗുണമുണ്ട് കേട്ടോ. ഹിന്ദുവിൻ്റെ ഒരു കർണം യേശു ക്രിസ്തു പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നവരാ. ഒരു കർണത്തടിച്ചാൽ അടുത്ത കർണം കൂടെ കാണിച്ചു കൊടുക്കും. അങ്ങനെ സഹിച്ച് ഭിത്തിയോളം വന്നങ്ങ് ചേരും. ഭിത്തിയോളം ചെന്ന് ചേർന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരു ഹിന്ദു ഒരു തിരിഞ്ഞുനിപ്പുണ്ട്. ആ തിരിഞ്ഞുനിപ്പ് താങ്ങില്ല. അതാണ് ഗുജറാത്ത് പറയുന്നത്. ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. 200ഓളം ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്. കണക്കുണ്ട്, പോലീസിൻ്റെ കണക്കുണ്ട്, ഔദ്യോഗിക കണക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായി? അതാരും ഗോദ്രയാണ്. ഗോദ്രയെ നിങ്ങൾ മറക്കുന്നു, ഗോദ്രയെ മറച്ചു വെക്കുന്നു. ഗോദ്രയെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഈ സിനിമ ഇറക്കിയ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാതെ മോഹൻലാൽ അഭിനയിക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദുക്കൾ അവരുടെ ഒരു സ്വന്തം ഏട്ടനെ പോലെ കൊണ്ടു നടക്കുന്ന മോഹൻലാൽ പൂർണ്ണമായും ഹിന്ദുക്കൾക്കെതിരെ ചിത്രീകരിച്ച ഒരു സിനിമയുടെ നായകനായി വന്നത് കേരളത്തിലെ ഹിന്ദുക്കളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല. അത് സുഡാപ്പികളോ മറ്റുള്ളവരോ ആഹ്ലാദിച്ചാൽ, ആ ഞെട്ടൽ കണ്ട് ആഹ്ലാദിച്ചാൽ സത്യമാണ്. കാരണം ഹിന്ദുക്കൾക്ക് മോഹൻലാലിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ രാഷ്ട്രീയത്തിലൊന്നും പറയുന്നില്ലെങ്കിലും ഇദ്ദേഹം ഒരു ഹിന്ദു ആണല്ലോ, ഹിന്ദുക്കളുടെ ഒരു കോസ് ഇദ്ദേഹത്തിനുണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കുണ്ടായിരുന്നു. അത് പ്രിയപ്പെട്ട മോഹൻലാൽ മഹാനടനായ അങ്ങ് തകർത്ത് കളഞ്ഞു. അങ്ങ് എന്ത് ന്യായം പറഞ്ഞാലും ഇത്രമാത്രം ഹിന്ദു വിരുദ്ധമായ ഒരു പ്രൊപ്പഗാൻഡ സിനിമയുടെ ഭാഗമായി അങ്ങ് മാറി എന്നുള്ളത് ഞെട്ടിച്ചിട്ടുണ്ട്. തുറന്നു പറയാൻ ഒരു മടിയുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ സിനിമയുടെ പിന്നണിക്കാർ കാണില്ലേ? മോഹൻലാൽ ഉൾപ്പെടെ. അല്ല, പണം എന്ത് ചെയ്താലും പണം കിട്ടിയാൽ മതി എന്ന് തീരുമാനിക്കുന്ന കുറേ നരജന്മം പൂണ്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഈ സിനിമ എടുത്തതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അയാളുടെ നിലപാടുകൾ നമുക്കറിയാലോ. ഹമാസിന് വേണ്ടി നിലവിളിക്കും, റാഫയ്ക്ക് വേണ്ടി നിലവിളിക്കും, ലക്ഷദ്വീപിന് വേണ്ടി നിലവിളിക്കും, ബംഗ്ലാദേശ് കണ്ടില്ല എന്ന് വെക്കും. ആണല്ലോ? അതെ, ഇതാണ് പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജ് സുകുമാരൻ്റെ രക്തത്തിന് പച്ച നിറമാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അങ്ങനെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അങ്ങനെയാണ്. വാരിയംകുന്നൻ്റെ സിനിമ ഇറക്കാൻ കഴിയാത്തതിൽ വലിയ ഖേദം പൃഥ്വിരാജ് സുകുമാരനുണ്ടായിരിക്കും. പിന്നെ മുരളി ഗോപിയെ സംബന്ധിച്ച് ഒരു പ്രായശ്ചിത്തമായിരിക്കാം. ലെഫ്റ്റ് എന്ന മറ്റൊരു സിനിമ പുള്ളി ഇറക്കിയിട്ടുണ്ടല്ലോ. ആ സിനിമ ഇറക്കിയോടുകൂടി പുള്ളിക്ക് വീണുപോയ ഒരു പേരുദോഷം മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്ത സിനിമയായിരിക്കും. ഏതായാലും ഗോദ്ര വീണ്ടും ചർച്ചയാവുകയാണ്. ഈ സിനിമ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടൊന്ന് കളിക്കണം, ഗുജറാത്തിൽ നിന്ന് കളിക്കണം, മൊഴിമാറ്റം ചെയ്ത് നിങ്ങൾ കളിക്കണം. ഈ സിനിമ ഗുജറാത്തിൽ കാണിക്കണം. ഞാൻ പറയുന്നത് നോവുന്നു എന്ന് പറയുന്ന ഹിന്ദുക്കളല്ല, സംഘപരിവാർ ശക്തികൾ ചെയ്യേണ്ടത് ഈ സിനിമ ഗുജറാത്തിലെ തിയേറ്ററുകളിൽ കാണിക്കണം. അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും. പിന്നെ ഗുജറാത്തിനെ ഇവർ പേടിക്കുന്നതിൻ്റെ കാര്യം എന്താ അറിയാമോ? ഹിന്ദുവിനെ കയറി മാന്തി നിന്നാൽ അവസാനം ഹിന്ദു ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് തിരിഞ്ഞു നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഗുജറാത്ത് പാഠമാണ്. നിങ്ങൾ ഗോത്ര മറന്നാലും മറയ്ക്കാൻ ശ്രമിച്ചാലും ഗുജറാത്ത് ഓർമ്മയിലുണ്ടാവണം. ഗുജറാത്ത് ഒരു ദൃഷ്ടാന്തമാണ്, അത് മറക്കരുത്. ഗുജറാത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഗുജറാത്തിൽ ഒന്നും സംഭവിച്ചില്ല. 2002 BJP വന്നു, 2007 BJP വന്നു, 2012 BJP വന്നു, 2017 BJP വന്നു, 2022 BJP വന്നു. ഗുജറാത്ത്, നിങ്ങൾ ഗുജറാത്തിനെ അങ്ങനെയാക്കി. നിങ്ങൾ ഗുജറാത്ത് വീണ്ടും ചർച്ചയാക്കുകയാണ്, നിങ്ങൾ ഗോദ്ര വീണ്ടും ചർച്ചയാക്കുകയാണ്. പക്ഷേ ഈ സിനിമ അങ്ങേയറ്റത്തെ നെറികേടാണ്. ഇത്തരമൊരു സിനിമ നിങ്ങൾ ചരിത്രം സിനിമയാക്കൂ, പക്ഷെ ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണം. ഗോദ്രയ്ക്ക് ശേഷമല്ല. ഗോദ്ര തീവയ്പ്പ് എന്ന് പറയുന്ന മുസ്ലിമുകൾ മനഃപൂർവ്വം ഹിന്ദുക്കളെ ആസൂത്രണം ചെയ്ത് ആസൂത്രിതമായി കൂട്ടക്കൊലയ്ക്ക് തീവച്ച് കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സിനിമ എടുക്കൂ, ഹിന്ദുത്വത്തെ വിമർശിക്കൂ, ഒരു പരാതിയില്ല. 2011 മാർച്ച് 11 കോടതി ഗോദ്ര കേസിലെ പ്രതികളുടെ വിധി പറഞ്ഞു. 11 പേർക്ക് വധശിക്ഷ കൊടുത്തു, 20 പേർക്ക് ജീവപര്യന്തം കൊടുത്തു. ഇത് നീതിന്യായ ചരിത്രത്തിലുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഗോദ്ര മറച്ചു വെച്ച് പ്രചാരണം നടത്തുന്നത്. ഈ വധശിക്ഷ കിട്ടിയ ആളുകളുടെ പേരുകളും പറയാം. എല്ലാ ഹിന്ദു ഭീകരന്മാരാണ് വധശിക്ഷ കിട്ടിയവർ. വധശിക്ഷ ലഭിച്ച 11 ഗോദ്ര കേസിലെ ഹിന്ദുക്കളെ തീ വെച്ചു വന്ന നരാധമന്മാരുടെ പേരുകൾ, അവരുടെ ജാതി ഞാൻ പറയുന്നില്ല, മതം ഞാൻ പറയുന്നില്ല. ബിലാൽ ഇസ്മയിൽ അബ്ദുൾ മജീദ് സുജേല എന്ന ബിലാൽ ഹാജി, അബ്ദുൾ റസാഖ് മുഹമ്മദ് കുർക്കർ, മറ്റേ അമാൻ ഗസ്റ്റ് ഹൗസിൻ്റെ ഉടമസ്ഥൻ, റബ്ജാനി ബിൻയാമിൻ ബഹ്റ, ഹസൻ അഹമ്മദ് ചർഖ എന്ന ലാലു, ജാബിർ ബിൻയാമിൻ ബഹ്റ, മെഹബൂബ് ഖാലിദ് ചന്ദ, സലിം എന്ന സൽമാൻ യൂസഫ് സർദ, സിറാജ് മുഹമ്മദ് അബ്ദുൾ മേധ എന്ന ബാല എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമേ പത്രക്കാർ കൊടുക്കുള്ളൂ, ഹിന്ദു എന്ന് കൊടുക്കും. ഇർഫാൻ മുഹമ്മദ്
ഹനീഫ അബ്ദുൾ ഖനി പട്യാല, ഇർഫൻ അബ്ദുൾ മജീദ് ഗഞ്ചി കലന്തർ എന്ന ഇർഫൻ ബൊപ്പോ, മെഹബൂബ് അഹമ്മദ് യൂസൻ ഹസൻ എന്ന ലത്തിക്കോ, ഇത്രയും പേർക്ക് വധശിക്ഷ വിധിച്ച കേസാണ് ഗോദ്ര കേസ്. ഇത് നിങ്ങൾ കാണാതിരുന്നാൽ നിഷ്കളങ്കരെ, നിങ്ങൾ നിഷ്കളങ്കരല്ല, നിങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദു ഹത്യ ആഘോഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് രാജ്യം ബഹുമാനത്തോടെ കൊടുത്ത ചില പട്ടാള സൈനിക പദവികളൊക്കെ ഉണ്ടല്ലോ, അത് രാജ്യവിരുദ്ധമായി ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടതാണോ എന്ന് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ ഭൂരിപക്ഷ ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ആളുകൾക്ക്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർക്ക് കൊടുക്കേണ്ടതാണോ സൈനിക ബഹുമതികളെന്ന് കേന്ദ്ര സർക്കാർ ആലോചിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടി ആലോചിക്കണം. പിന്നെ എനിക്കൊരു വലിയ തമാശ തോന്നാനുള്ളത്, നമ്മുടെ മറ്റേ ഇയാളുണ്ടല്ലോ രാമസിംഹൻ, ഒരു സിനിമ പുഴ മുതൽ പുഴ വരെ, ആ സിനിമ സെൻസർ ബോർഡ് എത്ര കട്ടാണ് വരുത്തിയതല്ലേ. പക്ഷേ ഇത്തരം ഒരു സിനിമ BJPയുടെ 11ാമത്തെ വർഷം ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന, ഗോദ്രയിലെ രക്തസാക്ഷികളെ അപമാനിക്കുന്ന, എന്തിനീ സിനിമയിലെ വില്ലന്മാരാണെന്നറിയോ? NIA, ED, ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെയും ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികളെയും വില്ലന്മാരായി ചിത്രീകരിക്കുന്ന ഈ സിനിമ സെൻസർ ചെയ്തത് അല്ലയോ നിഷ്കളങ്കരായ സംഘികളെ, സംഘപരിവാറുകാരെ, BJPക്കാരെ, നിങ്ങളുടെ സർക്കാർ നിയമിച്ച സെൻസർ ബോർഡാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധിക പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സങ്കടമേയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.